നീ എവിടെയായിരുന്നു? ഞാൻ കൊച്ചിയിൽ നിന്ന് 5-6 തവണയായി ഫോൺ വരുന്നു. നിന്റെ അച്ഛന് സുഖമില്ലെന്ന്. കുറച്ച് സീരിയസാ. നീ ഉടനെ പുറപ്പെടണം. ഡാഡിയോട് പറഞ്ഞ് കാറെടുത്ത് പോകാം. വേണ്ട, ബൈക്ക് ഉണ്ടല്ലോ, നാൻസി പൊയ്ക്കോളൂ. ഞാൻ ചെന്നിട്ട് വിവരം അറിയിക്കാം. മോനെ, അപ്പ പോയി. ആത്മഹത്യയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉച്ചയായി ബോഡി കിട്ടിയപ്പോൾ എന്തിനായിരുന്നു അപ്പ ആത്മഹത്യ ചെയ്തത്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ടെൽ മീ പ്ലീസ്. കഴിഞ്ഞ കുറെ നാളുകളായി സ്വാമി വളരെ വറീഡാണ്. കമ്പനി കാര്യങ്ങൾ ആകെ കുഴഞ്ഞു കിടക്കും. പല ട്രാൻസാക്ഷൻസും ഡയറക്ടർമാർ ടെലിഫോണിൽ കൂടെ വിളിച്ചു പറയും. സ്വാമി അത് ചെയ്യും. ഒന്നിനുമില്ല രേഖ. 20 ലക്ഷം രൂപയുടെ മിസ്അപ്രോപ്രിയേഷന് എന്നോട് വിശദീകരണം ചോദിച്ചാൽ ഞാനിവിടെ പോകും. അത് കൊള്ളാം. താനല്ലേടോ സ്വാമി ഇവിടുത്തെ ജനറൽ മാനേജർ. അപ്പൊ പിന്നെ ഇവിടുത്തെ കണക്കുകളുടെ ഉത്തരവാദിത്വം തനിക്കല്ല, പിന്നെ ആർക്കാ? നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞുള്ള പേയ്മെന്റ്സ് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് താൻ പറയുന്നു. അതിപ്പോ ഞങ്ങളുടെ പേര് പറഞ്ഞ് വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞല്ലെന്ന് ആർക്ക ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. ഈ കമ്പനിയിൽ നിങ്ങൾക്ക് മുമ്പേ ജോലിക്ക് വന്നവനാണ് ഞാൻ. 10-15 വർഷമായി നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എനിക്ക് തെറ്റിയിട്ടില്ല. ഇയാൾക്ക് അത്ര ഉറപ്പാണെ കോടതി ചെന്ന് തെളിയിക്കുക. എന്റെ സ്വാമി, ഇവിടെ കിടന്ന് വെറുതെ അച്ചാപിച്ച പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ പോ. ഇത്രയും വർഷം പൂർണ്ണ മനസാക്ഷിയോടെ ഈ കമ്പനിയിൽ ജോലി ചെയ്തു. ചെയ്യാത്ത തെറ്റിന് കള്ളനെന്ന പേര് ചുമത്തി സസ്പെൻഷൻ ഓർഡർ തന്ന് എന്നെ ഇറക്കി വിടരുത്. എനിക്ക് കൂടുതൽ വിസ്തരിക്കണ്ട. ഇനി പറയാനുള്ളത് കോടതിയിലോ പോലീസിലോ ചെന്നയക്കൂ. ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പണി കിടക്കുന്നു. എന്നോട് കാണിക്കുന്ന ഈ ചതിക്ക് നിങ്ങൾ അനുഭവിക്കും. ഗുഡ് ബൈ. ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയത് എന്നേക്കുമായിട്ടാണെന്ന് അന്ന് കരുതിയില്ല. അഭിമാനമായിരുന്നു സ്വാമിയുടെ ഏറ്റവും വലിയ സ്വത്ത്. അതിന് പോറലേൽക്കുമെന്ന് വന്നപ്പോൾ 20 ലക്ഷം രൂപയുടെ കണക്കിന് സ്വാമി ഉത്തരം പറയണം. സ്വാമി അല്ലെങ്കിൽ സ്വാമിയുടെ സ്വത്തുക്കൾ. കമ്പനി കേസുമായിട്ട് മുമ്പോട്ട് പോവുക. അതേ കുഞ്ഞെ, ഈ വീടും കുഞ്ഞിന്റെ സ്വത്തുക്കളും എല്ലാം ഏത് നിമിഷവും അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകാം. ഉടയവന് പോലും ഇല്ലാത്ത കൂറായിരുന്നു സുബ്രഹ്മണ്യർക്ക്. എന്നിട്ട് എന്തായി?
ഒരു മുഴം കയറിൽ തന്നെത്താനെ അവസാനിപ്പിക്കുമല്ല. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഇങ്ങനെ ചത്തുടങ്ങത്തുള്ളൂ. അതാതിന്റെ ഇണക്കത്തിന് നമ്മുടെ സൈഡ് ചേർന്നങ്ങ് നിന്നിരുന്നെങ്കിൽ ഉള്ളതിൽ ഓഹരിയും വാങ്ങി മര്യാദയ്ക്ക് കഴിയാമായിരുന്നു പട്ടർക്ക്. ആ കള വേറെ വല്ല ഉണ്ടേ പറ. ആ വരൂ വരൂ. വിവരം അറിയുമ്പോ ഞാനങ്ങ് ബാംഗ്ലൂരിലായിരുന്നു. പ്ലാന്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് വരാൻ പറ്റിയില്ല. ഞങ്ങളിത് ഇപ്പോഴും സ്വാമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഒരു നെടുന്തൂണായിരുന്നു സ്വാമി. മോനെന്താ നിൽക്കുന്നത്? വാ ഇരിക്കുക. വേണ്ട, എനിക്കൊരു സഹായം വേണം. പറഞ്ഞോളൂ. എന്റെ അപ്പാക്കെതിരെ കമ്പനി ഫയൽ ചെയ്തിട്ടുള്ള ധനാപകരണ കേസ് പിൻവലിക്കണം. സാർ, 20 ലക്ഷം പോയിട്ട് ഒരു പൈസ പോലും അദ്ദേഹം എടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. എനിക്കും ഈ സത്യം മറ്റുള്ളവരും കൂടി അറിയണം. അദ്ദേഹം നിരപരാധിയായിരുന്നുവെന്ന് ഈ കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ കൊച്ചിനെ. യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പാവായിരുന്നു നിങ്ങളുടെ മുന്നിലെ ഏക പ്രതിബന്ധം. അത് ഒഴിവാക്കിയിട്ടതിന്റെ സന്തോഷം ആഘോഷിക്കുവാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഇത് എഴുതി ഒപ്പിട്ട് തരാതെ ഞാൻ പോവില്ല. ആരോടാണ് കളിക്കുന്നറിയാതെ ചുമ്മാ വേഷം കെട്ടരുത്. പൊന്നുവാനങ്ങ് പോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങും. ബാലു, ബാലുവിന് എന്നെ അറിയില്ല. ഞാൻ ബാരിസ്റ്റർ മേനോൻ. ബാലുവിന്റെ അച്ഛൻ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രിയമ്മയെ കണ്ടു. പാവം, ആകെ തളർന്നിരിക്കുന്നു. ആ ഒക്കെ വിധിയാണ്. അച്ഛനെയും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാലുവിനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം. അതെന്റെ കടമയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആയിനു. പക്ഷേ തെളിവുകളെല്ലാം ബാലുവിനെതിരാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുടെ നില അല്പം സീരിയസ് ആണ്. ചിലപ്പോൾ ജീവപര്യന്തം കണ്ണുതടവ് വരെ. ഞാൻ നിരപരാധിയാണ് സാർ. എന്നെ എങ്ങനെയും രക്ഷിക്കണം. അതിനുള്ള മാർഗമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. കുറ്റം സമ്മതിക്കുക. ദാറ്റ്സ് ദ ഓൺലി വേ ഔട്ട്. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ഞാൻ എങ്ങനെ സമ്മതിക്കും? രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇപ്പോഴാലോചിക്കേണ്ടത്. കുറ്റമേറ്റുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ അച്ഛൻ ആത്മഹത്യ ചെയ്തതിന്റെ ഷോക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ബാലുവിന്റെ മനസ്സ്, ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിലും ചെന്നുപെട്ടിട്ടില്ലാത്ത ബാലുവിന്റെ പാസ്റ്റ്, പിന്നെ തന്റെ ഈ പ്രായം, ഇത് അത്രയും നിർത്തിക്കൊണ്ട് കോടതിയിൽ നിന്നും പരമാവധി കാരുണ്യം വാങ്ങിത്തരാൻ എനിക്ക് കഴിയും. ഏറി വന്നാൽ 1 or 2 മാസത്തെ പേരിന് മാത്രമായുള്ള ശിക്ഷ. അതിൽ കേസ് അവസാനിക്കും. തന്റെ അച്ഛനോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. ഇത്രയെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ
പാവം സാവിത്രിയമ്മ. അവരുടെ വിധിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ തയ്യാറാണ് സാർ. സാർ പറയുന്ന പോലെ ചെയ്യാം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഒപ്പിട്ടുള്ളൂ. യുവർ ഓണർ, പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള കുറ്റങ്ങളെല്ലാം പ്രതി ഏറ്റു പറഞ്ഞിരിക്കുന്നു. വധശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കത്തി പ്രതിയുടേതാണ്. ഗസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ താൻ ഈ കത്തി മുൻകൂട്ടി കയ്യിൽ കരുതിയിരുന്നുവെന്ന് പ്രതി തന്റെ കുറ്റസമ്മതത്തിൽ ഏറ്റു പറയുന്നുണ്ട്. കത്തിയോ? ഏത് കത്തി? അല്ല, ഞാൻ അവിടെ വെറും കൈയോടെയാണ് പോയത്. കത്തി കൊണ്ടല്ലേ അവർക്ക് മുറിവേറ്റത്? കുപ്പി കഷ്ണം കൊണ്ടാണ്. കുത്തി എന്ന കാര്യം പ്രതി സമ്മതിക്കുന്നു. എന്തുകൊണ്ട് കുത്തി എന്ന കാര്യത്തിലേ ഉള്ളൂ തർക്കം. വെൽ മിസ്റ്റർ ബാലു, ഈ ഒപ്പ് നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു? ഈ ഒപ്പിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞത്. വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ടുവന്ന കത്തികൊണ്ട് നിങ്ങൾ അവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടത് ഞാൻ തന്നെയാണ്. പക്ഷെ അതിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. വെൽ യുവർ ഓണർ, ഇവിടെ മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട എന്റെ എതിർഭാഗം വക്കീലാണ്. യുവർ ഓണർ, പൂർണ്ണ സമ്മതത്തോടെ എന്റെ കക്ഷി ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അത്രയും വായിച്ചു കേട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് അയാൾ ഒപ്പിട്ടിട്ടുള്ളത്. നോ നോ, ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ദുഃഖിച്ചിട്ട് എന്താ മോളെ കാര്യം? ദൈവനിശ്ചയം പോലെ നടക്കും. സത്യത്തിൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. ബാലു നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞ് സംഭവിച്ചിരുന്നെങ്കിലോ? ഡാഡിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ.